നമ്മൾ ഇന്നുള്ളത് പരവൂരാണ്. പരവൂര് എനിക്കൊന്ന് വർക്കലയിലേക്ക് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും പരവൂര്. പരവൂര്, എടവാക്കാപ്പിൽ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ഏരിയാസ് ആണല്ലോ. അങ്ങനെ നമ്മുടെ പരവൂര് ഉള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷാപ്പാണിത്. അപ്പം നമുക്കിതിന്റെ കാഴ്ചകളൊന്നും കാണാം. ഇതിന്റെ സൈഡിലൊരു നല്ല കുളമുണ്ട്. കുളത്തിന്റെ ഒരു 2-3 ഹട്ടുണ്ട്. അകത്ത് ഡൈനിങ് ഏരിയ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വന്ന സമയത്ത് മഴയായിരിക്കും എന്ന് വിചാരിച്ചു, എന്നാലും നല്ല മഴ പെയ്ത് ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ്. പിന്നെ പരവൂരിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ല, ഇവിടെ അടുത്ത് തന്നെ ഒരു ആനത്താവളം ഉണ്ട്. ആനത്താവളം കൂടാതെ കയാക്കിങ്, അങ്ങനെ കുറെ അഡ്വഞ്ചറസ് സംഭവങ്ങൾ പരവൂരുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. കയാക്കിങ്ങിന്റെ ഡീറ്റെയിൽസിന്റെ ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. അങ്ങനെ പ്രകൃതിയുടെ ഒരു മനോഹാരിത അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കാഴ്ചയിൽ ആനന്ദകരമാക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണാം. കുറെ മീൻ ഐറ്റംസും കാര്യങ്ങളും, ഇപ്പൊ ട്രോളിംഗ് ഒക്കെ ആണെങ്കിലും നമ്മുടെ പുഴ മീനുകളൊക്കെ ധാരാളം ഉള്ളതായിട്ട് അറിഞ്ഞു. നമുക്ക് നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ലൊക്കേഷൻ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതൊരു മെയിൻ ഡൈനിങ് ഏരിയ പോലെ. നമുക്ക് ഓരോ ചെറിയ ഹട്ടായിട്ടുണ്ട്. ഇതാ ഇവിടേക്ക് നോക്കൂ, ചെറിയ ഹട്ടായിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. പക്ഷെ പുറമെ നല്ല മഴയാണ്. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയോ, അടിപൊളി മഴയാണ് നടക്കുന്നത്. ഒരു രക്ഷയില്ല. പുറത്തെ കാഴ്ചകൾ എടുക്കാൻ നിർവാഹമില്ല. എങ്കിലും ഈ ഹട്ടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാം. വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ശരിക്കും കുട്ടനാട് മാത്രമേ ഇത്രയും വലിയൊരു ഭംഗി ഞാൻ ആസ്വദിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. മഴ പെയ്യുന്നു. നമ്മൾ കുറച്ച് ഫുഡൊക്കെ എന്നത്തെയും പോലെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഫുഡുകളൊക്കെ ഒന്ന് വരട്ടെ, നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ഫുഡ് നിങ്ങൾ വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ ഇത് കിടിലമാണെന്നോ അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫുഡ് വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ മഴയൊന്ന് ഒപ്പിയെടുത്തു. നല്ല മനോഹരമായ മഴ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്തിരി കൂടെ പെയ്താൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനതുകൊണ്ട് മനോഹരമായി എന്ന് ഊന്നി പറയുന്നില്ല. ഇനി നമുക്ക് ഹട്ടിൻ്റെ വാതിക്കലുള്ള കാഴ്ചകളൊന്ന് കാണാം. അവിടെയും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വെയിലുള്ള സമയത്ത് വന്നാൽ പോലും ഇവിടെ നല്ല തണുപ്പായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നതല്ല, ശരിക്കും ആയിരിക്കും. കാര്യം ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഈ ആദ്യത്തെ ഫുഡ് എത്തി. അത് ഒരു പോർക്കാണ്. കപ്പയുണ്ട്, പൊറോട്ടയുണ്ട്, ആ പൊറോട്ടയുടെ താഴെ അപ്പമുണ്ട്. അങ്ങനെ നമ്മുടെ പോർക്കും കപ്പയും പൊറോട്ട, അപ്പം ഇത്രയും വന്നിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കപ്പ അവസാനത്തേക്ക് വെക്കാറുണ്ട്. പക്ഷെ ഇന്നത് ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ പൊറോട്ട ഇട്ടിരിക്കട്ടെ. എല്ലാം അത്യാവശ്യം ചൂടുള്ളതൊക്കെ തന്നെയാണ്. നമ്മുടെ ലേശം മീൻചാറോടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെമ്മീൻ കൊഞ്ചെത്തിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. കൊച്ചിനോടുള്ള പ്രണയം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ലേശം കപ്പയും നല്ല കുറുകിയ മീൻചാറാണ്. ഇത് കൂടെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഓവർ പുളിയില്ല. ആ മീൻചാറ് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. നല്ല സ്വയംഭൻ പോർക്ക് അവിടെ ഇരിക്കട്ടെ. പോർക്കിന് നിങ്ങൾക്ക് അറിയാലോ, ഒരു കൊഴുപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. പോർക്ക് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. വെറുതെ അല്ല, നമ്മുടെ കിഷോറേട്ടനൊന്ന് എപ്പോഴും ഇവിടെ വരുന്നത്. എന്നാ ടേസ്റ്റ് ആണ്. കപ്പയും പോർക്കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സ്വയംഭൻ പോർക്ക്. ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു പോകും തോറും ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ നമ്മുടെ അപ്പത്തിന്റെ കൂടെ ഇതുണ്ടോ
നല്ല ക്രിസ്പി ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നാരങ്ങ ഇരിപ്പുണ്ട്, കൊഞ്ചും നാരങ്ങയും അത്ര നല്ല കോമ്പിനേഷൻ അല്ല, അത് നമുക്ക് വേണ്ട. നല്ല ചൂടുണ്ട്. പിന്നെ ചൂടുണ്ട്, ചൂട് കിട്ടില്ല കേട്ടോ. ചില അപ്പം ഒരിച്ചിരി ചൂട് കുറവുണ്ട്, എന്നാലും തണുത്തതല്ല കേട്ടോ. പാകത്തിനുള്ള ഈസ്റ്റാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ അപ്പത്തിനൊരു പുളിപ്പില്ല ഭയങ്കര. ചില ഷാപ്പുകളിൽ ചെല്ലുമ്പോ അപ്പത്തിന് പുളിപ്പുണ്ടാവാറുണ്ട്, അതില്ല. ഇത് ഭയങ്കര വർത്താണ് കേട്ടോ. സൂപ്പർ. അങ്ങനെ നമ്മുടെ കട്ട്ല മീൻ വന്നു. മീൻ ഇത്തിരി വലുതായി പോയി. ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി കൂടെ ചെറുതായിരിക്കും. ഇതിലും ഒരു നാരങ്ങയുണ്ട്. നാരങ്ങ മേ ബി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ബെറ്റർ ആയിരിക്കും. ടേസ്റ്റിനെ ആഡ് ചെയ്യുന്നു പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഇതിന്റെ നടുഭാഗത്തു നിന്ന് തന്നെ ഫ്രഷ്നെസ്. കട്ട്ലയ്ക്ക് ധാരാളം മുഴുവുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് അകത്താക്കി നോക്കാം. മീൻ സൂപ്പറാ, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ചൂട്. പ്രോപ്പർലി കുക്കാണ്. മസാല ആ ഒരു എരിവ് ശരിക്കും ഉണ്ട്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. നമ്മള് ഓരോ വിഭവങ്ങളുടെയും രുചികളെ പറ്റിയൊക്കെ അന്നേരം തന്നെ പറഞ്ഞു. ഇനി കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ വീണ്ടും വലുതാക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നു. ഈ സ്ഥലം നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എനിക്ക് നന്നേ ബോധിച്ചു, നന്നേ ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.